ഈവനിംഗ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, വെറൈറ്റി ടേസ്റ്റുമാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കപ്പ് റവ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ചെറിയൊരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്. അതും ചെറുതായിട്ട് കനം കുറഞ്ഞ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനൊരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബേക്കിംഗ് സോഡ വേവിച്ചെടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്റ്റീമറിലേക്ക് ഇറക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്റ്റാൻഡിന് മുകളിലായിട്ട് ഈ ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങനെയോ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ എണ്ണയൊക്കെ പുരട്ടിയത് കാരണം സൈഡൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. കുറച്ച് ഒന്ന് തണുത്ത് വന്നാൽ സൈഡൊക്കെ ഒന്ന് വിഴിച്ചിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിന് ചെറിയൊരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ആയാലും കുഴപ്പമില്ല. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു അപ്പം ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം നിർബന്ധമൊന്നുമില്ല, മുളക് പൊടി മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈവനിംഗ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നല്ല തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ ചട്നിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടാണല്ലോ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് തൈര് കയ്യിലുണ്ടെങ്കിൽ തൈര് ചേർത്തിട്ടും റെഡിയാക്കി എടുക്കാം. ഇതേ രീതിയിൽ റെഡിയാക്കി എടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.